മനമേ ചഞ്ചലമെന്തിനാ കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി. മനമേ ചഞ്ചലമെന്തിനാ നാളെയെ നനച്ചു കലങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ട. കാലമെല്ലാമുള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ? മനമേ ചഞ്ചലമെന്തിനാ. ഹല്ലേലൂയ. രക്തത്താൽച്ചയം, യേശുവിൻ്റെ രക്തത്താൽച്ചയം, കാൽവരി ക്രൂശിലെ രക്തത്താൽച്ചയം. എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ വിടുതല. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ പ്രഭാതത്തിനായിട്ട് അടിയണങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്ന കർത്താവിൻ്റെ പാദപീഠം ചേർന്ന് വരുവാൻ സഹായിച്ചതോർത്ത് നന്ദി പറയട്ടെ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പൻ്റെ പക്കലാ. നാഥ, സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തിരുമുൻപാകെ എടിയനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയ്ക്കായി എടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബലഹീനതയും കുറവുമുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളുമാറാകണം. ഇന്ന് വരെ അത്ഭുതം അതിശയമായി നടത്തിയ ദൈവമാ, ആ പൊന്നുകരം ചേർത്ത് പിടിച്ചതാ, ജീവനും ഭക്തിക്കും വേണ്ടുന്നത് കരുതിയൊരുക്കി തന്നതാ. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടേ, അടിയനങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പിന്നെയും ഞങ്ങളെ നടത്തുവാൻ സർവശക്തനാ. ബലമുള്ള കരങ്ങളിലോട്ട് അടിയനെ സമർപ്പിക്കട്ടെ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച മക്കളെ ഏൽപ്പിക്കുകയാ. കർത്താവ്, ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്നവരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോ ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളുമായി ഞങ്ങളുടെ പാദപീഠത്തിൽ കടന്നു വരികയാ. ആ പാദപീഠം ചേർന്ന് കടന്നു വരുന്നവരാരും ലജിച്ചു പോയിട്ടില്ലല്ലോ. അങ്ങയുടെ പാദപീഠത്തിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, സൗഖ്യമുണ്ട്, വിടുതലുണ്ട്. ഞങ്ങളത് തിരിച്ചറിഞ്ഞതാ, ഞങ്ങളത് രുചിച്ചറിഞ്ഞതാ. ഇന്നും ആ കരം കുറുതലല്ല കർത്താവേ. കേൾപ്പാൻ കഴിയാതെ ചെവി മന്ദമായി പോയിട്ടില്ലല്ലോ. സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി കടന്നു വരുമാറാകണം. ഞങ്ങളുടെ പ്രശ്നം ഏറ്റെടുക്കുമാറാകണം. പല സങ്കടങ്ങൾ, വേദനകളുള്ളവരുണ്ട് കർത്താവേ. അടിയനോട് പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട് കർത്താവേ. അവരുടെ വിഷയവും അപ്പൻ്റെ പാദപീഠത്തിലോട്ട് ചേർത്ത് വയ്ക്കുകയാണ്. പല ബുദ്ധിമുട്ടുകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ടപ്പാ. നിൻ്റെ മക്കളെ കരം പിടിച്ചുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിമുട്ടും പൂർണ്ണമായും തീർത്തു കൊടുക്കാവുന്ന വാക്ക് പറഞ്ഞ് കർത്താവേ, നിൻ്റെ മക്കളെ സമർപ്പിച്ചടിയൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജോബി ഫിലിപ്പിൻ്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തമ്മിൽ ഒന്നും അറിയത്തില്ലപ്പാ. നിൻ്റെ മകൻ്റെ ഭവനത്തിൻ്റെ ബുദ്ധിമുട്ടിനെ നീ കാണുന്നല്ലോ. ആക്സിഡൻറ്റിനാൽ നിൻ്റെ മകൻ ഭാരപ്പെട്ടായിരിക്കുന്നു. 3 കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവളുമായിട്ടായിരിക്കുന്നു കർത്താവേ. പല ബന്ധപ്പാടുകൾ ആ കുടുംബത്തിനകത്തുണ്ട് കർത്താവേ. നീ കുഞ്ഞുങ്ങളോട് മനസ്സലിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവളോട് കരുണ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ കർത്താവേ. സൗഖ്യത്തിൻ്റെ കരം നീട്ടണമേ. സാമ്പത്തികമായ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ. ഇരക്കുവാൻ നാണമാപ്പ, കളയ്ക്കുവാൻ ശേഷിയില്ലല്ലോ. നിത്യവൃത്തിക്കുള്ള വക അവിടുത്തെ പക്കലാണല്ലോ. സ്വർഗം തുറന്നേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. യപ്തിയുടെ പക്കലായിരിക്കുന്ന ജീവിതമുണ്ട്. ഭൂമി വിറ്റിട്ട് കർത്താവെ കടം തീർക്കുവാൻ ആഗ്രഹിച്ച തൻ്റെ മക്കളായിരിക്കുന്നത്. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടിയും അത്ഭുതം ചെയ്യണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നാഥാ, കരുണ കാണിക്കണമേ കർത്താവ്. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന ജീവിതമുണ്ട്. തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരിക കർത്താവെ. സന്തോഷവും സ്നേഹവും ലഭിക്കാതെ മുൻകോപം ഹല്ലേലൂയ എപ്പോഴും ഇട്ട് ആ കുടുംബത്തിൽ കർത്താവെ പല സങ്കടങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് സ്വർഗം കാണുന്നല്ലോ. ആ മകളോട് മനസ്സലിയണമേ. പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മാതാവിൻ്റെ കണ്ണുനീരിനെ മാനിക്കണമേ. അടിയൻ ചാർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അവിടെ ഒരു അത്ഭുതം ചെയ്യുമാറാകണം. 5 മാസം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞുമുണ്ട് കർത്താവേ. അവരുടെ ജീവിതം ചിന്ന ഭിന്നമായി പോകാൻ സമ്മതിക്കാതെ അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തൻ്റെ കുഞ്ഞുങ്ങളെ കരുതുമാറാകണം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവേ. ഹാലലുയ. നന്ദിയപ്പ, നന്ദി. ഹാലലുയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കുമാറാകണം. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കുമാറാകണം. ജയത്തോടെ അവരെ നടത്തുമാറാകണം. വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറന്നു കൊടുത്തവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയം ഹാലലുയ കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുക്കണമേ കർത്താവെ. ജോലി ചെയ്യുന്ന മക്കളെ ആരോഗ്യത്തിനും സമാധാനത്തിലും കാത്തുകൊള്ളണേ. നല്ല പ്രതിഫലം കൊടുത്ത്
മന്നിക്കണമേ. സ്വർഗത്തിലെ അപ്പാ കരുണ കാണിക്കണമേ. വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന എൻ്റെ ദൈവമായ കർത്താവ്, വിവാഹപ്രായം കഴിഞ്ഞ മക്കളുണ്ടപ്പാ. മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ ചൊല്ലി ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. തക്ക തുണി ഒരുക്കണം നടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്ന നാഥ. അവിടുന്ന് സഹായിക്കണം, അവിടുന്ന് സഹായിക്കണമേ അപ്പാ. അവരുടെ വിവാഹം നടക്കുവാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരുണ്ട്. സ്വർഗം അവർക്ക് വേണ്ടി തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കട്ടെ കർത്താവേ. ഇതിലൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജോലി ചെയ്യുന്നവരാപ്പാ. ക്ഷീണങ്ങൾ ഭാരങ്ങൾ കുഞ്ഞുങ്ങളെ അലട്ടുന്ന കർത്താവേ. അവരെ സമാധാനത്തോടെ സൗഖ്യത്തോടെ സൂക്ഷിച്ചു കൊള്ളുമാറാകണം. മാസം തികയോളം കൂടെ ഇരിക്കുമാറാകണം. സുഖപ്രസവം ഒരുക്കുമാറാകണം. ഊനമില്ലാത്ത തലമുറ തന്ന് സഹായിക്കുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്ന കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കടഭാരമുള്ള എല്ലാ മക്കളെയും ഒന്നുകൂടെ സമർപ്പിക്കുന്ന എൻ്റെ സ്വർഗം അവരെ സഹായിക്കുമാറാകണമേ കർത്താവേ. ദൈവമായ കർത്താവേ സ്തോത്രം. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത അനേക പ്രിയപ്പെട്ടവരുണ്ടപ്പാ. അവരുടെ മേലൊക്കെയും അവിടുത്തെ സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം 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 കർത്താവേ. ഭവനമില്ലാത്ത മക്കളുണ്ടപ്പാ. ഭവനം പണിയുന്ന മക്കളുണ്ട് കർത്താവേ. പ്ലാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നവരുണ്ട് കർത്താവേ. എൻ്റെ സ്വർഗത്തിലെ ദൈവം എല്ലാവരുടെ മേലും അവരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് ആവശ്യം അറിഞ്ഞ് ആഗ്രഹത്തെ കർത്താവ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. എൻ്റെ സ്വർഗമെന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാണ്. കഷ്ടനഷ്ടം കൂടാതെ ഓരോ മക്കൾക്കും വേണമെന്ന് കർത്താവ് കൊടുത്ത് പോഷിപ്പിക്കണം. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന മക്കളെ ഓർക്കുന്നു കർത്താവേ. അവരെ സഹായിക്കണമേ, പോറ്റിപ്പുലർത്തണമേ. ആരോഗ്യത്തോടെ സമാധാനത്തോടെ പോക്കില്ല വരവിലൊക്കെ കൂടിയിരുന്ന് സ്വർഗമെല്ലാം മക്കളെയും പരിപാലിച്ചു കൊള്ളുമാറാകണം. ആമേൻ. ഞങ്ങളുടെ ഭവനം പരിസരത്തെ കാട്ടുകളെ മാറയ്ക്കണം. ഞങ്ങളുടെ ചുറ്റുപാട് ദേശം അയൽപക്കങ്ങൾ കുടുംബങ്ങൾ ഒക്കെ ഞങ്ങൾ ഓർക്കും. സഹോദരവർഗ്ഗങ്ങളെ ഓർക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്ന അനാഥരെയും വിധവകളെയും ഏൽപ്പിക്കുന്നു. വേർപാടിൽ ദുഃഖമനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്ന കർത്താവെ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. നാഥായി പുതുവയസ്സ് ഹാലലി അനുഗ്രഹത്തിൻ്റെതാകട്ടെ, സമാധാനത്തിൻ്റെതാകട്ടെ, ദൈവകൃപയുടേതാകട്ടെ, സമൃദ്ധിയുടേതാകട്ടെ, ബുദ്ധിജ്ഞാനം ഉണ്ടാകട്ടെ. എല്ലാ വിടുതലും സൗഖ്യവും കൊടുത്ത് മാനിക്കണമേ മാനിക്കണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. കുഞ്ഞുനാളിൽ യാത്ര ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ സുരക്ഷിതമായി ചെന്ന് ചേരുവാൻ സ്വർഗം സഹായിച്ചു. വീണ്ടും യാത്ര ചെയ്യുന്ന മക്കളെയെല്ലാം കരുതിക്കൊള്ളുമാറാകണം. എൻ്റെ അപ്പൻ്റെ സംരക്ഷണത്തിൻ്റെ കരവലയത്തിന് ഓരോ ജീവിതങ്ങളെയും മറയ്ക്കണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ആപത്തിലും അപകടങ്ങളിലും പെട്ട അനേകര് രോഗക്കിടക്കുകളിലായിരിക്കുന്നത് സ്വർഗം കാണുന്നല്ലോ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ നടുവിൽ കൂടി വലയുന്ന ഞങ്ങളുടെ ജീവിതങ്ങൾ ദൂരത്തും ചാരത്തുമായിട്ടുണ്ട് കർത്താവേ. മനസ്സറിയണമേ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ കരമൊന്ന് ചലിപ്പിച്ചാൽ മതിയപ്പാ. സ്തോത്രം. ആശുപത്രി മുറികളിലായിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. ഹാലിൽ നടക്കുവാൻ കഴിയാത്തവരുണ്ട്, കാഴ്ചയും കേൾവിയുമില്ലാത്തവരുണ്ട്, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, പനിയാൽ ചുമയാൽ ഭാരപ്പെടുന്ന, ചിക്കൻ ബോക്സിനാൽ ഭാരമുള്ളവർ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തലയുടെ വേദനയാൽ ഭാരമുള്ളവർ, ഹാലലിയ ചെവിയുടെ വേദനയാൽ ഭാരമുള്ളവർ കർത്താവേ. പല്ലിൻ്റെ അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. സ്തോത്രം. ഉദര സംബന്ധമായ രോഗമുള്ളവർ, ബ്ലീഡിംഗ് ഉള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ കർത്താവേ. സ്തോത്രം. അലർജിയുടെ ഹല്ലിലെ രോഗമുള്ളവർ കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. അപ്പാ നിൻ്റെ ആണിപ്പഴുതുള്ള കരം ഓരോ മക്കളുടെ മേലും വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീൽ ചെയറിലായിരിക്കുന്നവർ അപ്പാ നീ അവരോട് മനസ്സിലാക്കണം. കൈകാൾക്ക് ചലനമില്ലാത്ത അനേക പ്രിയപ്പെട്ടൊരു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കർത്താവേ. അവരെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട് കർത്താവ്. ഒരുപാട് കഷ്ടങ്ങൾ നാളുകളായി അനുഭവിക്കുന്നവരാപ്പാ. കരുണ തോന്നണമേപ്പാ, കരുണ തോന്നണേപ്പാ, കരുണ തോന്നണമേ. മനസ്സലിയണമേ. അവരുടെ ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കണമേ കർത്താവ്. സ്തോത്രം സ്തോത്രം. അപ്പോൾ സ്വന്തം കാര്യം ചെയ്തെടുക്കാനുള്ള ബലം കൽപ്പിച്ചില്ല എങ്കിൽ കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങൾ ഹാലിൽ കഷ്ടം അനുഭവിച്ച നാളുകളായി ഭാരപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ അപ്പന് കഴിയാത്തതായിട്ടൊന്നുമില്ല. സ്വർഗം മനസ്സലിവ് കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാ രോഗത്തിനും നല്ല വൈദ്യനായപ്പാ. നീ ഞങ്ങൾക്ക് മരുന്നും വൈദ്യനുമാ. കാൽവരി ക്രൂശിലെ ഒരു തുള്ളി രക്തം മതിയപ്പാ. സർവ്വരോഗത്തിനും വിടുതൽ ലഭിക്കുമല്ലോ ദൈവമേ. സ്തോത്രം സ്തോത്രം. ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ട്. തലമുടി മുഴുവൻ കൊഴിയുന്നവരുണ്ടപ്പാ. അനവധി അസ്വസ്ഥതകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്നൊരു ശരീരം മൊത്തം ചൊറിച്ചിലാൽ ഭാരപ്പെടുന്നവരുണ്ടല്ലപ്പാ. മനസ്സലിയണമേ മനസ്സലിയണമേ. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവരുണ്ട് കർത്താവ്. എൻ്റെ സ്വർഗമേ. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ടപ്പോൾ, ഓപ്പറേഷൻ തയ്യാറെടുക്കുന്നവരുണ്ട് കർത്താവ്. എൻ്റെ കർത്താവ് എല്ലാവരെയും കാണുന്നു, എല്ലാവരെയും അറിയുന്നു. എൻ്റെ പ്രാർത്ഥന ചോദിച്ച് ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിക്കുന്നു. അപ്പാ നീ കരുണ കാണിക്കണം, കരുണ കാണിക്കണം, അത്ഭുതം ചെയ്യണം, വിടുതലയക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ. എല്ലാ വിഷയം പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. സമാധാനത്തോടെ ഞങ്ങളെ സൂക്ഷിക്കണം. ദൈവകൃപയിൽ ഞങ്ങളെ വഴി നടത്തണം. ആവശ്യമറിഞ്ഞ് മാനിക്കണം. ജയത്തോടെ നടത്തണം. സങ്കടങ്ങളെല്ലാം കർത്താവ് മാറ്റി ഹല്ലേലൂയ സമാധാനത്തിൽ സൂക്ഷിച്ചാട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ
ആമേൻ 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 ആമേൻ. സ്തോത്രം സ്തോത്രം.